ആ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഏട്ടത്തലയും കായാണ്. അപ്പൊ ക്രിസ്മസ് ആയിട്ട് നമ്മള് വീട്ടിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ട്രിപ്പ് പോയ കാരണം വീട്ടില് സാധനങ്ങൾ മേടിക്കാനും പറ്റില്ല, ഉണങ്ങി. അപ്പൊ 3 ദിവസം, അത് ഇന്നലെ പോയി, മിഞ്ഞാന്ന് 2 ദിവസം ഒക്കെ പോയി. ഒന്ന് കോട്ടയം പോയി, ഒന്ന് നമ്മള് തൃപ്പൂണിത്തറ. അങ്ങനെ 2 ട്രിപ്പ് പോയപ്പോ നമ്മള് വീട്ടില് സാധനം. അപ്പൊ ഇന്ന് മോനട്ടം പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് ഫ്രഷ് ഏട്ടത്തല മേടിച്ചു. അപ്പൊ ഹായ്, എല്ലാവർക്കും രേഖാസ് കിച്ചൻ വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഏട്ടത്തല കറി വെക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്നൊക്കെ നോക്കിയാലോ. ഏട്ടത്തല കറി വെക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയാ ആവശ്യം? അപ്പൊ 2 കിലോ ഏട്ടത്തലയാണ്. അപ്പൊ അത് ഞാന് നമ്മുടെ ചുറുക്കൊക്കെ ഒഴിച്ച് കുറച്ചു നേരം വെച്ചിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതിലേക്ക് നമ്മൾ കായാണ്, ഒരു നേന്ത്രക്കായ മഞ്ഞപ്പൊടിയും ഉപ്പിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മള് പുളിക്ക് കുടപ്പുളിയല്ല, സാധാ വാളംപുളിയാണ്. അപ്പൊ അത് ഞാൻ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 5-6 പച്ചമുളക് എടുത്തിട്ട് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ 4 ചുവന്നുള്ളിയും 2 ചെറിയ അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചേക്കണം. 2 തണ്ട് കറിവേപ്പില. ഇത് നമുക്ക് ഉള്ളി താളിക്കാതെ ഏറ്റവും അവസാനമാണ് കേട്ടോ. പിന്നെ ഉള്ളത് നമുക്ക് പൊടികളാണ്. ഇതിലൊരു 4 ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ട് 4.5 ടീസ്പൂണോളം നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. കാരണം 2 കിലോ ഏട്ടത്തലി ഉണ്ട്. അപ്പൊ നമുക്ക് കളറ്, ഇനിയിപ്പോ കളർ കുറവായി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അവസാനം ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതേപോലെ ചെയ്താൽ മതി. അപ്പൊ 1.5 ടീസ്പൂണോളം സാധാ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതാണ് സാധനങ്ങൾ. അപ്പൊ ഞാൻ ഇതില് കറി വെക്കുമ്പോ ഈ പൊടികളെല്ലാതും ഒന്ന് ചൂടാക്കിയിട്ടാണ് ഇടുന്നത്. അപ്പൊ പൊടികളൊക്കെ ഒരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ എല്ലാ പൊടിയും ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ചെറിയ തീയില് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വല്ലാണ്ട് കരിയാനും പാടില്ല, നേരിയതായിട്ടൊന്ന് ചൂടായി മതി. മുളക് പൊടിയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മളിതില് ചൂടുള്ള കാരണം സ്റ്റവ് ഒക്കെ ഒന്ന് ഓഫാക്കി കൊടുത്തു. ഈ പൊടികളുടെ നിറം ഒന്ന് മാറാൻ വേണ്ട, അത്രയ്ക്കേ ചൂടാവുണ്ടോ കേട്ടോ. കറി വെക്കാനായിട്ട് ഒരു അലുമിനിയത്തിന്റെ ഉരുളിയാണ് വെച്ചേക്കുന്നത്. കാരണം 2 കിലോ മീനായത് കൊണ്ട് നമുക്ക് മൺചട്ടിയിലൊന്നും വെക്കാനുള്ള പറ്റില്ല. അപ്പൊ ചട്ടിയിലേക്ക് നമുക്ക് ഈ മീനൊക്കെ ഇട്ട് കൊടുക്കാം. അതെ, ഇതിലേക്ക് നമ്മളിത് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു കേട്ടോ. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേപ്പിൻ്റെ ഇല. കായാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിന്റെ ഒപ്പം നമ്മള് പുളി ഒഴിക്കില്ല. കാരണം പുളി ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കായ വേവാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ കായ ഒരു തിളച്ച് കഴിഞ്ഞാൽ വേവും. അതിനുശേഷം പുളി ചേർക്കണം. അപ്പൊ അതേ കായ ഇട്ട് കൊടുക്കാം. ചൂടാക്കി വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതേ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ കുറച്ച് ഉപ്പാണ് ഇട്ടണേ, കല്ലുപ്പാണ്. അപ്പൊ എപ്പോഴും ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ഞാൻ പരമാവധി ഞങ്ങള് കല്ലുപ്പാണ് ഉപയോഗിക്കാറ്. അപ്പൊ ഇതാകുമ്പോ എനിക്ക് അളവ് അറിയുള്ളൂ, പൊടിപ്പിന്റെ അളവ് അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണോളം നമ്മൾ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു എരിവിനായി, പിന്നെ ഈ ഏട്ടയ്ക്ക് ഒരു മണം ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറി കിട്ടാനും കൂടിയാണ് കുരുമുളക് പൊടി. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയാണ് ഇടുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇത് ഇടുമ്പോൾ പറഞ്ഞ പോലെ ഈ കുരുമുളക് പൊടിയും ഈ പെരിഞ്ജീരകത്തിന്റെ പൊടിയാകുമ്പോൾ നമുക്ക് ഏട്ടത്തലയ്ക്കുള്ള ആ മണം, ആ ഒരു കുത്തലും മണം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായി, നമ്മൾ ടീസ്പൂണൊന്നും വെച്ചിളക്കരുത്, കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. മീനില് നല്ല പോലെ മസാല പരത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് സഹായിച്ചത് എനിക്ക് മോനെണ്ണാണ് കേട്ടോ. കാരണം എനിക്ക് ഈ മലക്കുമ്പോഴേ കയ്യിൽ മുള്ളു കുത്തി കഴിഞ്ഞാൽ ഇതാ. അപ്പൊ അത് കാരണം ആളാണ് നന്നായി കൂട്ടി തിരുമ്പി വെച്ചത്. അപ്പൊ അത് നമുക്കൊരു 10-15 മിനിറ്റോളം നമുക്കൊന്ന് അടച്ചു വെക്കാം. എന്നാലാണ് ഈ മിളകെല്ലാതും
മീനിലേക്ക് പിടിക്കും. മസാല നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. കഴിക്കുമ്പോൾ ടേസ്റ്റ് ആ ചെയ്യും. അപ്പൊ ഞാൻ എല്ലാ മീനിന്റെ കറിയില് പിന്നെ നമ്മള് ചിലതില് മാത്രമാണ് നമ്മള് കറി തിളപ്പിച്ചിട്ട് കഷ്ണം ഒന്നും. പക്ഷെ ഇങ്ങനെ വെക്കണ കറിയിലൊക്കെ ഞാൻ 10-15 മിനിറ്റോളം മസാലയ്ക്ക് പിടിക്കാനായിട്ട് പൊത്തി വെക്കാണ്ട്. അപ്പൊ അത് മൂടി വെക്കാം നമുക്ക്. 10-15 മിനിറ്റോളം നമ്മൾ മൂടി വെച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് തുറന്നു നോക്കാം. അതേ മസാലയ്ക്ക് നല്ല പോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പൊ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതൊന്നും വേണ്ടി വരില്ല, നമ്മളിങ്ങനെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നോക്കാം മാത്രം വെള്ളം വേണ്ടി വരും. അതേ മീൻ കഷ്ണത്തിന്റെ ഒപ്പം വെള്ളം നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് കഴിയുമ്പോൾ പുളി ചേർക്കുന്ന വെള്ളം കൂടി വേണ്ടി വരും. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മൾ വെള്ളം ചേർത്തേക്കുന്നത്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം. സ്റ്റൗ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കറിയല്ല കേട്ടോ വേവിക്കാൻ വെക്കാം. അപ്പോൾ ആദ്യം നമ്മളൊരു തിളയ്ക്കണ വരയ്ക്കൊരു നന്നായി തീ കൂട്ടിയിട്ടും തിളച്ച് കഴിയുമ്പോൾ മീഡിയം തീയിൽ വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. കറി തിളച്ചോന്നൊക്കെ നോക്കാട്ടോ. തിളച്ചിട്ടുണ്ട്, നല്ല പോലെ ആവി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നല്ല പോലെ തിളച്ചിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് അപ്പൊ നമുക്കിത് തീ ഒന്ന് കുറച്ച് വെക്കാം. കാരണം ഇതിന്റെ ആവി കാരണേ ഇത് കറക്റ്റ് ക്ലിയർ കിട്ടണില്ല. ഞാൻ നല്ല പോലെ തീ കുറച്ചിട്ടുണ്ട്. തീ കുറച്ച് വെച്ചാൽ കണ്ട ആവി കുറവ് വന്നേക്കുന്നത്. അപ്പൊ ഇനി നമുക്കിതൊന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കായൊക്കെ ഒന്ന് വെന്തോന്ന് നോക്കട്ടെ. കായ വെന്തിട്ട് വേണം നമ്മുടെ പുളിവെള്ളം ചേർത്ത് കൊടുക്കാൻ. അതേ കായൊക്കെ വെന്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ അതേ നമ്മുടെ കറിക്ക് നല്ല കളറൊക്കെ ഉണ്ട്. കാരണം ഇതിലതേ കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് മുകളിലേക്ക് വന്നേക്കുന്നത്. അപ്പൊ നമുക്കിനി ഞാൻ പുളിവെള്ളം എടുത്തിട്ട് അരിച്ചൊഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള പുളിയാണ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൽ പുളി കുറവാണെങ്കിൽ മാത്രമേ ഇനി ചേർക്കണ്ടുള്ളൂ. അപ്പൊ ഞാൻ കുറച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കണം. അപ്പൊ ഇതിൽ കുറച്ച് ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം പുളി ഒഴിച്ചത് കൊണ്ട് നമുക്ക് ഉപ്പ് ചിലപ്പോൾ ഇത്തിരി കുറവ് വരും. അപ്പൊ അതുകൊണ്ടാണ്. ഇനി ഞാൻ ഇത് തുറന്നാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ തുറന്നൊക്കെ വെച്ചേക്കാണ്. അപ്പൊ നമ്മുടെ കറിയൊക്കെ നല്ല പോലെ വറ്റി നന്നായി വെന്ത് നല്ല പാകമായിട്ട് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ് കേട്ടോ. നമുക്ക് മൂപ്പിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലേക്ക് ഉള്ളി, വേപ്പിൻ്റെ ഇല, കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണാണ്. അതിപ്പോ ഉള്ളി നമ്മുടെ മൂത്ത് തുടങ്ങിയിട്ടാ. അപ്പൊ അതിലേക്ക് നമുക്കത് കുറച്ച് 3 വറ്റൽമുളക് എടുത്തിട്ട് ഉണ്ട്. വറ്റൽമുളക് എന്ന് പറയാം, പിന്നെ ഉണക്കമുളക് എന്ന് പറയുന്നുണ്ട്. അതെ നമ്മുടെ ഉള്ളിയും മിളകൊക്കെ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫാക്കി കൊടുത്തു. ഇനി ഇത് നമുക്ക് നമ്മുടെ മീൻ കറിയിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അതെ ഇതല്ലാതെ മീൻ കറി ആകുമ്പോ എന്താ ഭംഗിക്കറിയില്ല. അതിൻ്റെ ഇതിലും ബാക്കിയുള്ള മുളകും ഉള്ളിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ടാറ്റ ബൈ ബൈ.